ലിദ്യ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലിദിയ എന്ന വനിതയെക്കുറിച്ച് പറയുവാണെങ്കിൽ ബൈബിളിലെ പൗലോസ് ശ്ലീഹായുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിയ ഒരു വനിതയായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതുപോലുള്ള ഒരുപാട് ലിദിയമാർ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലുള്ള ഒരു ലിദിയയെ നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്ക് സോഫിയ ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ടീച്ചറിനെ തന്നെ ഒന്ന് ഷെക്കീനയിലെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോഫി. ഒഫീഷ്യലായിട്ട് ഞാൻ സോഫി തോമസ്. കോളേജിലെ പേരതാണ്. ഇപ്പം നിർമ്മല കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് കുടുംബ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും 4 മക്കളും. അതിൽ 2 മക്കൾ വിവാഹിതരായി. അങ്ങനെ അവർക്ക് 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരു ഗ്രാൻഡ്മ കൂടിയാണ് ഞാൻ. ഇളയ കുഞ്ഞ് മോൻ കോളേജിൽ തന്നെ, നിർമ്മല കോളേജിൽ തന്നെ പഠിക്കുന്നു. അങ്ങനെ മക്കളും കുടുംബവുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ടീച്ചർ ശരിക്കും ഒരു സാധാരണക്കാരിയായ ഒരു സോഫി ടീച്ചറായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഒരു ലിറ്റിൽ ലിദിയായി മാറിയതിന് ഒരു ചെറിയ കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിറ്റുവേഷനിലൂടെ ടീച്ചറിലേക്ക് വന്നേ. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നെന്നും ആ ഒരു ചേഞ്ച് വന്നത് എങ്ങനെയാണെന്നും ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. 1987 എൻ്റെ വിവാഹം കഴിഞ്ഞു. അത് തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പൈനുങ്കൽ കുടുംബത്തിലൊരു മാത്യു സേവ്യർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു മകള് 1988 മകൾ ജനിച്ചു. പേര് ടാനിയ. അപ്പം അവളും കുടുംബവുമായിട്ട് ഞങ്ങൾ മൂവാറ്റുപുഴ തന്നെ കോളേജിനടുത്ത് തന്നെ സെറ്റിൽ ചെയ്ത് അങ്ങനെ സന്തോഷകരമായിട്ട് ഞങ്ങൾ ജീവിച്ച് പോരുമ്പോഴാണ് ആകസ്മികമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു ദുഃഖം കടന്നു വന്നത്. ഭർത്താവ് പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിൽ തന്നെ അങ്ങ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങ് മരിച്ചു പോകുന്നു. ഇതിപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വലിയ ഒരു ദുഃഖഭാരവുമായിട്ട് ഞാൻ അങ്ങനെ ആ ഒരു ദിവസം എനിക്ക് ഓർമ്മിക്കാൻ കൂടി ഇഷ്ടമില്ലാതെ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തോളം മോളും ഞാനുമായിട്ടുള്ളൊരു ജീവിതം. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും സ്നേഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, ആ ഒരു ഏജിൽ ഭർത്താവിൻ്റെ ആ ഒരു ദുഃഖം, അതുപോലെ കുട്ടിയുടെ ഭാവി, ഇതെല്ലാം നമ്മൾ ആശങ്കപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി വലിയ സങ്കടമായിരുന്നു എനിക്ക് ആ ഒരു സമയം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞു. കോളേജിൽ ജോലിയുള്ളത് കൊണ്ട് ഞാൻ പകൽ സമയമൊക്കെ എൻഗേജ്ഡ് ആയിട്ട് പോകും. വൈകുന്നേരങ്ങളിൽ എനിക്ക് കുടുംബാംഗങ്ങളൊക്കെ കൂട്ടിനൊക്കെ സഹായം എല്ലാം ഉണ്ട്. എങ്കിലും ആ ഒരു ദുഃഖം നമ്മുടെ ഉള്ളിലിങ്ങനെ കടന്നു പോരുന്ന ആ ഒരു സമയത്ത് 93 ഭർത്താവ് മരിക്കുന്നത്. 94 അവസാനം ഞാൻ വെക്കേഷൻ ടൈമിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. അപ്പോൾ അതെനിക്ക് വലിയൊരു മാറ്റമായിരുന്നു. അതുവരെ നമ്മൾ ക്രിസ്തീയ ജീവിതം സാധാരണ നോർമൽ ക്രിസ്ത്യാനി എങ്ങനെ പോകുന്നു, സൺഡേ കുർബാന, നമ്മുടെ വീട്ടു പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഞാനങ്ങ് കഴിഞ്ഞു പോരുകയാണ്. അങ്ങനെ പറയത്തക്ക നമുക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തിലങ്ങ് പോരുന്ന സമയത്ത് എന്താണ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു സന്ദർഭമായിട്ട് ആ ധ്യാനം മാറി. അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ഒത്തിരി ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് പനക്കൽ അച്ഛൻ്റെ ക്ലാസ്, വല്ലൂരാൻ അച്ഛൻ്റേത്. സാധാരണ എങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം വരുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അതെനിക്ക് തുടക്കം മുതൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഒരിക്കലും അത് ദൈവത്തോട് എനിക്കൊരു അകൽച്ച തോന്നിയിരുന്നില്ല. കാരണം അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഇന്ന് വരെ ദൈവത്തോട് എനിക്കൊരു അകൽച്ച ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്ക് എന്നുള്ളത് ഞാൻ ചിന്തിച്ചെങ്കിലും ദൈവവുമായിട്ട് ഞാൻ എപ്പോഴും ഒരു സ്നേഹത്തിൽ തന്നെയാണ്. പക്ഷെ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിച്ചിരുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരിയുണ്ട്. എനിക്ക് നമ്മുടെ കോളേജിൽ തന്നെ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് അങ്ങനെ സഹായത്തിനുണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ ആ ഒരു ദുഃഖകരമായ അവസ്ഥയും എല്ലാം കണ്ടുകൊണ്ട് എന്നെ സഹായിക്കാൻ എനിക്ക് വലങ്കൈ എന്ന് പറയത്തക്ക രീതിയിൽ എനിക്ക് നല്ലൊരു കൂട്ടുകാരി, പേര് ജെസ്സി. ഇപ്പോഴും ഞങ്ങൾ അത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ജെസ്സിയുടെ ഒരു പ്രേരണ, അതുപോലെ സിസ്റ്റർ പ്രസന്ന സിസ്റ്ററിൻ്റെയൊക്കെ ഒരു പ്രേരണയാലാണ് ഞാൻ ഈ ധ്യാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിമാർ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഞങ്ങളിങ്ങനെ ധ്യാനത്തിന് പോയി. അവിടെ വെച്ചാണ് യേശു അനുഭവം എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അനുഭവം എനിക്ക് കിട്ടി.
അപ്പം ഞാൻ പോയത് എൻ്റെ സങ്കടം മാറ്റാനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നിൽ ഈ യേശുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾ അത് നല്ലൊരു ബോധ്യത്തിലേക്ക് വളർത്തി. പരിശുദ്ധാത്മാവ് ആരാണ്, യേശു ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മോളും ഉണ്ട് എൻ്റെ കൂടെ. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു ആനന്ദം. അതായത് നമ്മുടെ ദുഃഖം നമുക്ക് ഓർമ്മയിലെല്ലാം കിട്ടും, സംഗതികളെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ഒരു ദുഃഖാവസ്ഥ എടുത്ത് മാറ്റുന്ന ഒരു അനുഭവം ആ ധ്യാനത്തിലൂടെ എനിക്ക് കൈവന്നു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോരുമ്പോഴിപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ആ പാടിപ്പതിഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ ഡിവോഷണൽ സോങ്സ് എല്ലാം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവ് തരികയാണ്. ഞാൻ അത്ര അധികം ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. ഒത്തിരി ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ എനിക്ക് ഇത്തിരി സ്വല്പം ഒരു എന്താണിത്, ഈ മുഴുവൻ സ്തുതിപ്പാണ്, ഹല്ലേലൂയ, അത് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ മുരിങ്ങൂർ ആ സമയത്തെന്ന് പറഞ്ഞാൽ നല്ല ആളുകളുണ്ട്, അതെല്ലാം ഡിസിപ്ലിൻഡായിട്ട് നടക്കുന്നു, എന്തോ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് നടക്കുന്ന ഒരു സെൻറ്ററാണെന്നുള്ള ബോധ്യം കിട്ടി. പക്ഷെ തിരിച്ചു പോകുന്നത് ഞാൻ പരിശുദ്ധാത്മാവിനെയും കൊണ്ടാണ്. ആ ഒരു ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതോടുകൂടി എൻ്റെ ആ ദുഃഖാവസ്ഥയുടെ നല്ലൊരു ഭാഗം പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്തു. പിന്നെ അത് നമ്മുടെ ഭാഗത്തിൽ എല്ലാം ഓർക്കും, ഇതൊക്കെ എനിക്ക് സംഭവിച്ചതാണെന്നും ഭർത്താവിൻ്റെ കൂടെ ഇല്ലെന്ന് ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ കിട്ടും, പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ വർഷം എനിക്ക് വലിയ ഉത്സാഹമായി ഈ വെക്കേഷൻ വന്നപ്പം ധ്യാനത്തിന് കൂടാനായിട്ട്. അപ്പം അങ്ങനെ വീണ്ടും പോയി, മോളും ഉണ്ടെന്ന്. അങ്ങനെ കൂടി അങ്ങനെ വന്നു. പിന്നെ എന്നെ ഈ കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വീണ്ടും പിന്നെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് ബൈബിളൊക്കെ വായിച്ചും, പ്രത്യേകിച്ച് പ്രഭാഷകൻ, സുഭാഷിതം, സങ്കീർത്തനങ്ങളൊക്കെ ഞാൻ വായിച്ച് പോയി. നിർമ്മലയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്? നിർമ്മലയിൽ തന്നെ. ഞാൻ 34 വർഷം സർവീസ് നിർമ്മലയിൽ തന്നെയാണ്. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക് മുതൽ അവർക്കറിയാം, എന്നെ അറിയാം. അപ്പോൾ എന്ന് പറഞ്ഞൊരു സ്നേഹമുള്ള നല്ലൊരു സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരി ജെസ്സി, ഇവരുടെയൊക്കെ സഹായം എനിക്ക് നന്നല്ല തന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ രണ്ടാമതൊരു കല്യാണത്തിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കോളേജിലെ തന്നെ ഒരു സാറിൻ്റെ കസിനാണ് ഇപ്പോഴത്തെ ഭർത്താവ്. അപ്പോൾ ഈ സാറിത് എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ അന്ന് മുതലേ ഇയാൾക്ക് വേണ്ടി, സാറിൻ്റെ കസിന് വേണ്ടി എന്നെ കണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്തൊന്നും എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. വീണ്ടും 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മനസ്സ് തന്നു ദൈവം. അതൊരു കൃപയാൽ എൻ്റെ ആ ദുഃഖം അവസ്ഥ മാറ്റി. ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലായി. കരുണാനീത്തിമാർ അവരൊക്കെ കല്യാണത്തിലേക്ക് വന്നു. പിന്നെ എനിക്ക് കൂടെ നിൽക്കാൻ നമുക്ക് ചെറുപ്പത്തിൽ ഒരാൾ വേണമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാനും എൻ്റെ മനസ്സും റെഡിയായി. അപ്പോൾ അങ്ങനെ 97 ഈ ഇപ്പോഴത്തെ വിവാഹം നടക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഭർത്താവിന് ആദ്യത്തെ വിവാഹത്തിൽ 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പം അവർക്ക് സ്കൂൾ 8-9 ഹൈസ്കൂൾ പ്രായം ആയിട്ടിരിക്കുന്നു. മോള് 4ാം ക്ലാസ്സിൽ. അങ്ങനെ രണ്ടാമത്തെ വിവാഹത്തിലേക്ക് കടന്നു. അപ്പോൾ ജോലിയുണ്ട്, ഞങ്ങൾ മൂവറ്റൂടെ തന്നെ സെറ്റിലായി, അങ്ങനെ ജീവിച്ചു പോരുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഈ 2 കുടുംബം എന്നുള്ളത് മാറി ഞാൻ 4 കുടുംബത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ 4 കുടുംബത്തിലും അവർക്ക് ആശങ്കകളൊക്കെ ഉണ്ടാകും, എങ്ങനെയാകുമെന്ന് നമ്മളൊക്കെ ഉള്ളതുപോലെ തന്നെ. അതൊക്കെ ഉണ്ടെങ്കിലും വളരെ സ്നേഹത്തിലായിരുന്നു. അതൊരു ദൈവകൃപ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ കുടുംബത്തിൽ നല്ല സ്നേഹം, അവരുമൊക്കെ കല്യാണത്തിന് മുൻകൈ എടുത്തു. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ. അതുപോലെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കുടുംബവും ആദ്യ ഭാര്യയുടെ മരിച്ചുപോയ ആ കുടുംബത്തിൽ അവൾ ഒറ്റ മോളായിരുന്നു. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മോളെ പോലെ തന്നെ ടീച്ചറിനെ കാണുന്നത്, എന്നെ കരുതുന്നു, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും. അമ്മ ഷെയർ ചെയ്യുമായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അമ്മയുടേത്. അപ്പം അങ്ങനെ നമുക്ക് ആ എല്ലാ ഭയാശങ്കകളും, ഈ 2ാമത്തെ വിവാഹത്തിലേക്കുള്ള ആ ഒരു ഭയാശങ്കകളെല്ലാം നീങ്ങിപ്പോയി. അവർക്കും ഒരു പക്ഷേ എൻ്റെ ഒരു ഇടപെടലും പ്രകൃതമൊക്കെ ഞാനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെയൊക്കെ സ്വന്തമായിട്ട് കരുതും. പിന്നെ സ്വന്തം അമ്മയല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അതുപോലെ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാനും അടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം കുടുംബത്തിലുണ്ടായി. അങ്ങനെ സഹകരണത്തോടുകൂടി അങ്ങനെ മുമ്പോട്ട് പോരുമ്പോൾ 2000-ലാന്ന് തോന്നുന്നു മോൻ, ഇപ്പോഴത്തെ വിവാഹത്തിലൊരു മോനുണ്ട്. ഈ മോൻ്റെ ജനനശേഷം ഞാൻ ഷാലോമിൽ, അപ്പം ഷാലോം ടൈംസ് ഇടയ്ക്ക് എനിക്ക് ആരോ അയച്ചു തന്ന് ഞാൻ ഷാലോം മാസികയെക്കുറിച്ച് അറിയുവാനിടയായി. അപ്പോൾ ഈ മാസികയിൽ ഒത്തിരി വരുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഇത് വായിക്കാനായിട്ട്. പ്രത്യേകിച്ച് ബെന്നി സാറിൻ്റെ എഡിറ്റോറിയൽ, സ്റ്റെല്ല ചേച്ചിയുടെ ആർട്ടിക്കിൾ, മാത്യു സാറിൻ്റെ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അത് വളരെ സന്തോഷത്തോടെ ഇത് കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മാസികയിൽ കൂടി ഷാലോമിൽ വരാന്ത ധ്യാനത്തിൽ പങ്കെടുക്കുവാനിടയായി.
അത് അവിടെ വെച്ച് വലിയൊരു ദൈവാനുഭവം, അതായത് ദൈവസ്നേഹത്തിൽ ഈ ശലോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഒരു പീസ്ഫുള്ളായിട്ട് സമാധാനവും സന്തോഷവുമാണ് എപ്പോഴും അവരുടെ. ഞാൻ ആലോചിച്ച് നോക്കി, ശുശ്രൂഷകരെല്ലാം വളരെ എളിമയും സ്നേഹമുള്ളവരായിരുന്നു. അപ്പോൾ അതെന്നെ വളരെ ആകർഷിച്ചു. ഇതുപോലെയൊക്കെ ദൈവവേല ചെയ്താൽ നന്നായിരിക്കുമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ എനിക്ക് വചനങ്ങളറിയില്ല, കാര്യങ്ങളറിയില്ല. പക്ഷേ യേശു സ്നേഹം എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഈ ശുശ്രൂഷ എന്നെ വളരെ സഹായിച്ചു. ഷാലോൺ ടൈംസ് ആ മാസിക വളരെയധികം സഹായിച്ചിട്ടുണ്ട് യേശുവിലേക്ക് അടുക്കാനും എല്ലാം. അങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ ഇത് നമ്മളിങ്ങനെ പോരുവാണ്. കോളേജിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇടയ്ക്ക് പഠിപ്പിക്കുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് പ്രയർ ഗ്രൂപ്പുണ്ട്. സിസ്റ്റർ പ്രസന്നയുടെ നേതൃത്വത്തിൽ പ്രയർ ഗ്രൂപ്പുണ്ട്. സിസ്റ്റർ ഇടയ്ക്ക് ജീസസ് യൂത്ത് ഗ്രൂപ്പിലൊക്കെ കൊണ്ടുപോകും. അവിടെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്യും, തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ 2002 തോന്നുന്നു ഷെക്കേന മിനിസ്ട്രിയുടെ ധ്യാനം ടീച്ചേഴ്സിന് വേണ്ടി നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ചു. അപ്പോൾ അത് സംഘടിപ്പിച്ച എൻ്റെ ഈ കൂട്ടുകാരിയാണ് അതിൻ്റെ മെയിൻ റോള് വഹിച്ചത്. ഈ ടീച്ചർ ജെസ്സി മുരിങ്ങൂര് ധ്യാനം കൂടി. അപ്പോൾ അങ്ങനെ ഈ ബ്രദറിൻ്റെ ഈ വചനം തന്നെയുള്ള ഒരു ശുശ്രൂഷ, ഇത്രയും ആഴത്തിൽ വചനം പറയുന്നത് ഞാൻ ആദ്യമാണ് കേൾക്കുന്നത്. മുരിങ്ങൂരൊക്കെ കേട്ട് എനിക്ക് സ്റ്റെപ്പ് കിട്ടി. നമ്മളെ വളർത്തി പല സ്റ്റേജിൽ കൂടി പോകുന്നു എങ്കിലും വചനം തന്നെ, വേറെ അനുഭവ കഥകളോ സാക്ഷ്യങ്ങളോ വേറൊന്നുമില്ല. ഫുൾ ടൈം 5 ദിവസം വചനം. അപ്പോൾ ഈ വചനം പറയുമ്പം വളരെ ആഴത്തിലാണ് ബ്രദർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പഴയ നിയമവും ഇത് നിഴലാണെന്നും പുതിയ നിയമം പൊരുളാണെന്നും ഒക്കെ ബ്രദർ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് മാറ്റമില്ല എന്നും ഇതെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളും വചനങ്ങളും ആണെന്നുള്ള വലിയ ബോധ്യം. അന്നാണ് വചനത്തിനോടുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു താല്പര്യം എന്നിൽ ജനിക്കാനിടയായത്. അപ്പോൾ അതോടുകൂടി വചനം പഠിക്കാനുള്ള ഒരു ഉത്സാഹം, ഇഷ്ടം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നു. അപ്പോൾ ഞാനും ഈ ടീച്ചറും ഇടയ്ക്കൊക്കെ വചനം പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ സംസാരങ്ങൾ മുഴുവനും പിന്നീട് ഒരു മാറ്റമാണ് അതിനുശേഷം ഉണ്ടായത്. മറ്റു കാര്യങ്ങളിലോ കോളേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ക്യാൻറ്റീനിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നൊക്കെ വർത്താനം പറയും, അങ്ങനെയില്ല. ആ ഒരു സംസാരത്തിൻ്റെ ഇത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ അവരുടെ കൂടെ കൂടി അല്ല, ഞാനും ഈ ജെസ്സി ടീച്ചറുമാണ് കൂടുതലുള്ളത്. സിസ്റ്റേഴ്സ് ഒന്നും അത്ര അധികം, അത് പ്രയർ ഗ്രൂപ്പ് അങ്ങനെ കൂടുമ്പോൾ മാത്രം. അതല്ലാതെ ഞങ്ങളുടെ ഇടവേളകളിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉള്ള സമയത്ത് മുഴുവനും ഞങ്ങൾ ഈ വചനം ഷെയർ ചെയ്തും വചനം പറഞ്ഞും അതിന് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായി ഞങ്ങളുടെ സംസാരം. അപ്പോൾ അതിന് ശേഷമാണ് അതെനിക്ക് തോന്നുന്നു ഷെക്കേന മിനിസ്ട്രിയോട് കൂടി ഒത്തിരി കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ലോകത്തോടുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ്, അത് ഒരു കൃപയായിട്ട് ദൈവം തന്നു. 20 വർഷമായി ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട്. പക്ഷെ എനിക്ക് ആ ആനന്ദത്തിന് കുറവില്ല. പിന്നെ ലൗകിക കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ഇൻവോൾവ് ആകാറില്ല, അധികം പറയാറോ സംസാരിക്കാറോ ഇല്ല. പക്ഷേ ഈ ലോകത്ത് എന്താ നടക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അത് നമുക്ക് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നൊക്കെ കിട്ടും. ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കും, എന്താണ്, അത് മാത്രമേ ഉള്ളൂ. അകത്ത് ആ ഇതിലേക്കൊന്നും അധികം പോകാറില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെയുള്ള ചർച്ചകളിൽ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കിട്ടും, നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ അറിഞ്ഞിട്ടും വലിയ കാര്യമില്ല. +2 കഴിഞ്ഞിറങ്ങുന്ന പിള്ളേർ കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൊരു സ്വാഭാവികമായിട്ട് അവർക്കൊരു ചേഞ്ച് ഉണ്ടായി. ഞങ്ങൾ എന്തോ വലിയ ആളുകളായി, വലിയ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പേരൻസിൻ്റെ ആവശ്യമില്ല, പ്രയറിൻ്റെ ആവശ്യമില്ല, സ്പിരിച്വൽ മൂഡേ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ലൈഫിലൂടെ വരുന്നവരായിരിക്കും കൂടുതൽ. ഒരു 90% പിള്ളേർ +2 കഴിഞ്ഞ് വരുമ്പോൾ അവരങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വരും. അപ്പോൾ അതിൽ ടീച്ചറിൻ്റെതായ രീതിയിൽ ടീച്ചർ അവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? ഒന്ന് ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മേൽ നമുക്കൊരു അത്യാവശ്യം ഒരു പവറും കമാൻഡിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ ആ കുട്ടികളെ നമുക്ക് സ്നേഹത്തിലും വിളിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ പഠന എതിർപ്പുകളുണ്ട്. ചിലപ്പോൾ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആയതുകൊണ്ട് അവർ വലിയ എതിർപ്പ് പ്രകടമായിട്ടൊന്നും കാണിച്ചില്ലെങ്കിലും ചിലപ്പോൾ അതിനകത്ത് താല്പര്യക്കുറവൊക്കെ കാണിക്കുമ്പോൾ നമുക്കറിയാം അവർ അത്രയും ഇൻട്രസ്റ്റഡ് അല്ലെന്നുള്ളതറിയാം. അങ്ങനെയുള്ള അവസരം ഉണ്ട്. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ 20 പേരും ഒന്നുപോലെ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിലൊരു 10 പേര് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് സംഗതി വിജയമാണത്. അപ്പോൾ ആ രീതിയിൽ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സൊക്കെ ഇവർ നല്ല ആക്റ്റീവാണ്. അവർ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടുക്കുന്ന വാല്യൂ എഡ്യൂക്കേഷൻ കൂടുതലും PG സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഒരു 20 അല്ലെങ്കിൽ 40 പേര് മാക്സിമം ക്ലാസ്സിലുണ്ടാകുള്ളൂ. അപ്പോൾ അവർക്ക് ഈ നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക്ക് നന്നായി പറഞ്ഞു കൊടുക്കാനും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവരവരുടെ താല്പര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ പറയും.
സോഫി ടീച്ചർ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഏത് പ്രശ്നങ്ങളും മിസ്സിനോട് ഉള്ളു തുറന്ന് പറയുമ്പോൾ മിസ്സ് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അവയെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങളെ വ്യക്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് എങ്ങനെ നേരിടണമെന്ന് മിസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. മിസ്സിനോട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളു തുറക്കുമ്പോൾ അവയെ മിസ് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാൻ മിസ് തീർച്ചയായും അതിന് സമയം കണ്ടെത്തുകയും വിദ്യാർത്ഥികളോടൊപ്പം ചെലവഴിക്കുന്നതിനായും മിസ്സ് സമയം കണ്ടെത്താറുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും ആത്മീയമായി വചനം പഠിക്കുന്നതിനും ദൈവിക കാര്യങ്ങൾ അറിയുന്നതിനും മിസ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മിസ്സിനോട് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും അതിനുള്ള ഒരു പരിഹാരം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മിസ്സിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആശ്വാസം നൽകുകയും മിസ്സിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ വിദ്യാർത്ഥികൾ അധിക താല്പര്യം കാണിക്കുകയും ചെയ്യാറുണ്ട്. പഠിക്കുന്ന വിഷയത്തിലെ സംശയങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സോഫി മിസ്സിനോട് ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം മാർഗം അല്ലെങ്കിൽ അതിന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ മിസ്സിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മിസ്സിനോട് ഒരു പ്രശ്നം പറയുമ്പോൾ തീർച്ചയായും മിസ്സ് അതിനുള്ളൊരു പരിഹാരം വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിർദ്ദേശിക്കുകയും ആ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മിസ്സിനോട് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണേലും ഏത് പ്രശ്നങ്ങൾ മിസ്സിനോട് ഷെയർ ചെയ്യുക വഴി കുട്ടികൾ അതീവമായ ഒരു നല്ല ആശ്വാസം നേടുകയും അത് ഞങ്ങളെ മാനസികമായും സന്തോഷത്തിലേക്ക് നയിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട്. മിസ്സിൻ്റെ പ്രസൻസ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഒരു അമ്മയെപ്പോലെ വിദ്യാർത്ഥികളെല്ലാവരെയും കരുതുകയും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും എല്ലാവരും ദൈവിക വഴിയിൽ നടക്കുന്നതിന് മിസ് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. ടീച്ചർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവാണ്, പ്രത്യേകിച്ച് വാട്സാപ്പിൽ. പക്ഷേ ഈ വാട്സാപ്പിലൊക്കെ ഓരോരുത്തർ ഈ അഡ്മിന്മാർ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പം ആദ്യം തന്നെ നികത്തുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഡിസ്കഷൻ പാടുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ടീച്ചർ ഈ പറയുന്ന ഗ്രൂപ്പിലെല്ലാം ആക്റ്റീവാണ് താനും. ഇതിനകത്തെല്ലാം ടീച്ചർ ചെയ്യുന്നത് കുറച്ച് വചനങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എതിർപ്പുകൾ ടീച്ചറിന് കിട്ടിയിട്ടുമുണ്ട്. എന്നാലും ടീച്ചർ ഇപ്പോഴും അത് നിലനിന്നുകൊണ്ട് തന്നെ പോകുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ അതിലേക്ക് ഒട്ടും പിന്മാറാതെ ഇപ്പോഴും അതിൽ തന്നെ നിലനിന്ന് പിടിച്ച് നിൽക്കുന്നത്? കാരണം എതിർപ്പുകളൊക്കെ പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരാറുണ്ട്. ഇത് വചനത്തിന് വേണ്ടിയുള്ളതല്ല, ഇത് മറ്റു കാര്യങ്ങൾക്കുള്ളതാണ്, ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം അതല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പോകുന്നത് ശരിയല്ല എന്നൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. കാരണം നമ്മുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് അതിലേറെ വിലയുണ്ട്. മാറ്റം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു സാന്ത്വനമോ അതല്ലെങ്കിൽ ഒരു പ്രത്യാശയോ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമോ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഒക്കെ സഹായിക്കും. കാരണം ആ ദൈവവചനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പ്രേരിതം. ദൈവം കൊടുക്കുന്ന സംഗതി അപ്പുറം മനുഷ്യനൊന്നുമില്ല. നമ്മൾ പോട്ടെ സാരമില്ല എന്ന് നമ്മുടെ വാക്കിന് പോലും വിലയുള്ളപ്പോൾ ദൈവവചനത്തിന് വിലയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ ഒരുപാട് എഴുതുന്ന ഒരാളല്ലേ? ടീച്ചർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? എഴുതിയിട്ടില്ല. ബുക്ക് ഞാൻ ഒരു എഡിറ്റ് ചെയ്തൊരു സംഗതി മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റുകളൊക്കെ എന്തായിരുന്നു? ഇത് സ്പിരിച്വൽ ആർട്ടിക്കിൾസ് ആണല്ല. അപ്പം മെയിനായിട്ട് പിന്നെ ഷാലോമിൽ ഷാലോം ടൈംസിൽ 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ ഒരു ആനുവൽ പബ്ലിക്കേഷനുണ്ട്, ക്യാമ്പസ് ലൈറ്റ്. അതിപ്പം 2007 സ്റ്റാർട്ട് ചെയ്തു. സേവിയർ ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു കാത്തലിക് ടീച്ചേഴ്സിൻ്റെ ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ ഒരു ബേസിലാണിത്. നമ്മുടെ കോളേജ് യൂണിറ്റിൻ്റെ പേരിൽ തുടങ്ങി. കോളേജ് അധികാരികളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് വരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ടീച്ചറെ, ഈ സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി. ഒരുപാട് മുടിയൊക്കെ അതെല്ലാവരും തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ ടീച്ചറിന് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് ടീച്ചർ മുടിയും കട്ട് ചെയ്ത ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തെന്ന് അറിഞ്ഞു. അതും കുറച്ചൊന്നുമല്ല, 15 സെൻറ്റിമീറ്ററോളം മുടി ടീച്ചർ കട്ട് ചെയ്ത് കളഞ്ഞു. അതിലേക്ക് ടീച്ചറിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? 2 വർഷമായി തോന്നുന്നു. കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു കുട്ടികൾ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ക്യാൻസർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഞാൻ
ഇപ്പം അത് എനിക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമൊന്നുമില്ല. ഒരു 15 സെന്റിമീറ്ററോളം ടീച്ചർ മുറിച്ച് കൊടുത്തു പകുതിയോളം തന്നെ കൊടുത്തു. ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. തോന്നണം. ടീച്ചർ, ഈ ലിദിയമാർ പല രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ പേരൊക്കെ സുവിശേഷവൽക്കരണമായിട്ട് തന്നെ പോകുന്നുണ്ട്. ടീച്ചറിൻ്റെതായ ഒരു ശൈലി എങ്ങനെയാണ് ലിദിയ എന്ന ഒരു പൊസിഷനിലേക്ക് ടീച്ചർ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ലിദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതുപോലെ എൻ്റെ ഹൃദയത്തെ കർത്താവ് വചനത്തിനായിട്ട് തുറന്നു, യേശുവിനായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് യേശുവിനെ കൊടുക്കുക, വചനം കൊടുക്കുക, അത് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അത് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ അതിന് പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ സ്റ്റുഡൻസ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടി വരികയാണെങ്കിൽ അവർക്കൊരു സാന്ത്വനം, കൗൺസിലിംഗ് അവർക്ക് ആ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും, ഒരാശ്വാസം കൊടുക്കാൻ സാധിക്കാറുണ്ട്. പിന്നെ പ്രയർ ഗ്രൂപ്പിൽ പോകും, ജീസസ് യൂത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ വചനം ഷെയർ ചെയ്യും. പിന്നെ കോളേജിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പ്, അത് അത്ര റെഗുലറായിട്ടല്ലെങ്കിലും ഉണ്ടാറുണ്ട്. പള്ളികളിലും മാതൃവേദികളിൽ വചനം ഷെയർ ചെയ്യാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം അമ്മമാരോട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകും. ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഒരു കുർബാന കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും, കൂടെ പോരാൻ ആളുണ്ടാവും. നമ്മൾ വേറെ ലോകകാര്യത്തിലേക്ക് പോകാതെ എന്തെങ്കിലും ഒരു വചനമോ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളോ അതിന് ദിവികാരണത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ ഞാൻ തന്നെ ഒരു എഫേർട്ട് എടുത്ത് സംസാരത്തിൽ നിന്നൊക്കെ മാറ്റി അവരെ കൊണ്ടുപോകും. ചിലപ്പം പള്ളി മുതൽ വീട് വരെ നടന്നു പോരുമ്പം 15 മിനിറ്റോളം നടപ്പുണ്ട്. ആ നടപ്പിൽ ഒരേ വചനം തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേറെ സംസാരങ്ങളൊന്നും വരില്ല. ദിവികാരണം സ്വീകരിച്ച് നമ്മുടെ ഈശോയെ ഹൃദയത്തെ സ്വീകരിച്ച് പോരും. ലിറ്റിൽ ലിദിയായ സോഫി ടീച്ചറിൻ്റെ അനുഭവങ്ങളെല്ലാം നമ്മൾ കേട്ടറിഞ്ഞു. ഇതുപോലുള്ള പുതിയ ലിദിയായിമാരുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.